നമുക്കെവിടെ ക്ഷമ? വേറെ ആർക്കെങ്കിലും അള്ളാഹു എന്തെങ്കിലും പുരോഗതി കൊടുത്താൽ അതിൽ പോലും ക്ഷമിക്കാൻ കഴിയാത്തവരാ നമ്മൾ, അല്ലേ? ഒരാൾക്ക് അള്ളാഹു എന്തെങ്കിലും ഉയർച്ച കൊടുത്തു, ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ, അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചൊറിയാണ്, എന്താ അയാൾക്ക് അങ്ങനെ കിട്ടാൻ, അത്ര വലിയ സ്ഥാനം കൊടുക്കാൻ? അള്ളാഹു അല്ലേ കൊടുത്തു? നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് തരാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അള്ളാഹു അല്ലേ അയാൾക്ക് കൊടുത്തത്, അയാൾ വലിയ ഒരു കോടീശ്വരനാക്കി. നമ്മൾ എന്താ ചെയ്യാ? അൽഹംദുലില്ലാഹ്. സമൂഹത്തിൽ ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള വകുപ്പ് അയാൾക്ക് അല്ലാഹു കൊടുത്തില്ലേ? കൊടുത്തവൻ അള്ളാഹു അല്ലേ? നമുക്കതിൽ യാതൊരു കുറവും തോന്നാൻ പാടില്ല. നമ്മളെ കൂടെ പഠിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അള്ളാഹു വലിയ ആലിമാക്കി. അപ്പൊ നമ്മൾ പറയും നമ്മളെ കൂടെ മദ്രസ പഠിച്ച ആളാണ്, അതുകൊണ്ട് അയാൾക്ക് അള്ളാഹു ഇൽമു നൽകി ആദരിച്ചു, അൽഹംദുലില്ലാഹ്. നമ്മൾ അതിൽ സന്തോഷിക്കുക, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. അവിടെ തിരുത്താനോ അല്ലെങ്കിൽ അത് കുറവാക്കുന്ന ഒരു മനസ്ഥിതിയോ നമുക്കുണ്ടായാൽ നമ്മൾ ആ വിഷയം അംഗീകരിച്ചില്ല എന്നാണ് അർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുപോലെയല്ല, വ്യത്യസ്തരാക്കിയിട്ടുണ്ട്.